ഹായ് ഗൈസ്, അങ്ങനെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ലാസ്റ്റ് വ്ലോഗ് കണ്ട ആൾക്കറിയാം, ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ എൻ്റെ ഈ ടീത്തിന്റെ അലൈനർ ഇട്ട കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അലൈനർ ഇട്ടിട്ട് ഞാൻ വീട്ടിലേക്ക് വന്ന സമയത്ത് പപ്പ ഒരു ചിക്കൻ കറിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പൊറോട്ട വാങ്ങിച്ചിട്ടാണ് വീട്ടിലേക്ക് വന്നത്. അപ്പോൾ വീട്ടിലേക്ക് വന്ന സമയത്ത് ഈ അലൈനർ ഇട്ടുകൊണ്ടും ക്ലീൻ ചെയ്തുകൊണ്ടും എനിക്ക് ആ ചിക്കനും പൊറോട്ടയും കഴിക്കാൻ വേണ്ടി പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ഇവളെന്നെ അടുത്ത് അന്ന് അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മുന്നിൽ വെച്ചിരുന്ന് ചിക്കൻ കറിയും പൊറോട്ടയും കഴിച്ച് കാണിച്ച് എന്നെ കൊതിപ്പിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒരു ദിവസം മാത്രമേ എനിക്ക് ആ പ്രോബ്ലം ഉണ്ടായിരുന്നുള്ളൂ. പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് എനിക്ക് കഴിക്കാം. അല്ല, അപ്പൊ അതെ, പൊറോട്ടയും ചിക്കനും നമ്മൾ രാവിലെ തന്നെ വെട്ടി അടിക്കാൻ വേണ്ടി പോവാണ്. അത് മാത്രമല്ല, ഇനി ഒരു 3 മാസത്തേക്ക് എനിക്ക് പൊറോട്ട കഴിക്കാനായിട്ട് പറ്റില്ല. അതെ അതെ അതെ, അസുഖമൊന്നും അല്ലടോ. ഞാൻ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പൊ ഇനി ജിമ്മിലേക്കുള്ള ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ചിക്കൻ കഴിക്കും, പക്ഷെ പൊറോട്ട കഴിക്കത്തില്ല. അപ്പൊ ഞാൻ പൊറോട്ട കഴിക്കത്തില്ല. അപ്പൊ ഇതിന്റെ 3 മാസത്തേക്ക് 100 ദിവസത്തേക്കുള്ള ബീഫും കഴിക്കാൻ പറ്റില്ല. അതെ. അപ്പൊ ഈ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ തന്നെ ഇല്ല. അപ്പൊ കുഴപ്പമില്ല, നമുക്ക് അതാ ഞാൻ പറഞ്ഞ വറുത്തിട്ട് കറുത്ത നല്ല കറുത്ത ബീഫ്. ഈ പഴയ സിനിമക്കാരൊക്കെ ഫുഡ് കഴിക്കുന്നതിന് മറ്റു മുന്നേ പല്ലെടുത്ത് പോലെ അവസ്ഥയായി. നമ്മുടെ അലൈനർ തൽക്കാലത്തേക്ക് ഊരി വെക്കുക, ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഒരു 3 മാസത്തേക്ക് പൊറോട്ടയും ചിക്കനൊന്നും കഴിക്കാൻ പറ്റാത്തതുകൊണ്ട്, ബീഫും കഴിക്കാൻ പറ്റാത്തതുകൊണ്ട്, ചിക്കൻ അല്ല ബീഫ്. അതെ അതെ. അപ്പൊ ആസ്വദിച്ച് ഞാൻ ആ പൊറോട്ട കഴിക്കട്ടെ ഗൈസ്. പൊറോട്ട ഞാൻ ചാമ്പ. അങ്ങനെ രാവിലത്തെ ഫുഡ് എല്ലാം കഴിഞ്ഞിട്ട് ഞാനിപ്പോ ഒന്ന് പുറത്തേക്ക് എന്റെ താടി ഒന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടി പോകണം. കാരണം നാളെ തൃശ്ശൂർ എനിക്ക് ചെറിയൊരു മീറ്റിംഗ് ഉണ്ട്. രാവിലെ ഞാൻ പോകും. ഇവിടെ കൊച്ചുമോളാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ പാചകത്തിന്റെ പരിപാടിയിലാണ്. എന്തോ ഉണ്ടാക്കുന്നത്? ചീര മുട്ടയും തോരൻ, പിന്നെ സാമ്പാർ ആയിക്കൊണ്ടിരിക്കുന്നു. ഈ സാമ്പാർ നിങ്ങൾ എന്താ യൂട്യൂബ് നോക്കിയിട്ടൊക്കെ ഉണ്ടാക്കി? സാധാ അല്ല, ഞാൻ വറുത്തരച്ച സാമ്പാർ എനിക്ക് അറിയത്തില്ല. അല്ലാതെ വെക്കാം. വറുത്തരക്കുന്നതിന് എന്തൊക്കെ ചേർക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. സാധാരണ സാമ്പാർ അല്ല, ഇതിപ്പോ എന്നിട്ട് അല്ല, അതിപ്പോ കുറുക്കി മറ്റേത് പരിപ്പൊക്കെ ചേർക്കുമ്പോ സെറ്റ് ആവും. കുറച്ചും കൂടെ മാറ്റി വെച്ചിട്ടുണ്ട്, പേസ്റ്റ് ആക്കി ചേർക്കുന്നത്. ചീര ഇത് കഴിഞ്ഞു. ചീര തോരൻ, മുട്ടയും കൂടെ തോരൻ. ഏതാ? അല്ല, അത് മറ്റേ പൊളിച്ചിരിക്കുന്ന സാധനം. ഇനി തക്കാളിയൊക്കെ ഇട്ട് അതുകൂടെ ചെയ്ത് പിന്നെ വേറെ കറിയൊന്നുമില്ല. പിന്നെ പപ്പടവും വറക്കും. ഇതാണ് ഇന്നത്തെ സാമ്പാറും മീനില്ല. ഇന്ന് 2 ദിവസമായിട്ട് കുറച്ച് ദിവസമായിട്ട് മീനും ഇറച്ചിയൊക്കെ അല്ലായിരുന്നു. നമ്മള് നേരിച്ച് വെജാക്കാന്ന് വിചാരിച്ചു. മുട്ട ഇട്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വൈൻ ഇതിൽ എത്തിയിട്ടില്ലല്ലോ. വൈൻ്റെ കാര്യം ഒന്ന് ഇളക്കി പോന്ന്. ഒന്ന് ഇളക്ക്, തമാശ പറഞ്ഞല്ലോ, ഒന്ന് ഇളക്ക്. അല്ല, രാവിലെ അമ്മയ്ക്ക് വോയിസ് അയച്ചാൽ നമുക്ക് വയ്യായിരുന്നു. അപ്പഴത്തേക്ക് അമ്മ വോയിസ് അയച്ചിട്ട് എന്ത് പറഞ്ഞ്, ഞാൻ ഉച്ചക്ക് വരുമ്പോ അത് വെക്കാം, ഇത് വെക്കാം. അപ്പൊ നമുക്കൊന്ന് ഷൂട്ടുള്ളതുകൊണ്ട് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നല്ലോ. അപ്പഴത്തേക്ക് ഞങ്ങള് പറഞ്ഞ ചെയ്ത് വെക്കാം, നമുക്കൊരു സന്തോഷമാവല്ലോ എന്ന് വിചാരിച്ചിട്ട് അതെ, അതുകൊണ്ട് ലേറ്റ് ആയിട്ടൊന്നും ഉണ്ടാക്കത്തില്ല. അപ്പൊ നമുക്ക് ഉച്ചക്ക് ചോറ് കഴിക്കാം. അമ്മ വന്നിട്ട് ചെയ്യാം. ചിക്കൻ കറി പിന്നെ കഴിച്ചു തീർത്തോ, പിന്നെ സാമ്പാർ ഞാൻ വെക്കാൻ വന്നിട്ട് റൈസ് കുക്കറിൽ അല്ല അരി ഇച്ചിരി കുക്കറിൽ പുഞ്ചരി ഒക്കെ ഇട്ടാൽ മതിയല്ലോ. സാമ്പാർ മറ്റേ യൂട്യൂബ് നോക്കി ഉണ്ടാക്കിയത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അച്ചു വൈൻ ഇളക്കിയോ ഗായ്സ്? ദേ ഇതാണ് നമ്മൾ ഇട്ട് വെച്ചേക്കുന്ന വൈൻ. ഇപ്പൊ ക്രിസ്മസും കഴിഞ്ഞ് ന്യൂ ഇയറും കഴിഞ്ഞു, പക്ഷെ നമ്മൾ ഇതുവരെ എടുത്തിട്ടില്ല. കുറച്ച് കൂടുതൽ ദിവസങ്ങൾ ഇരുന്നിട്ട് രണ്ട് ഭരണിയുണ്ട് കേട്ടോ. പോകുന്നില്ല. ഇതൊന്ന് ഓപ്പൺ ആക്കി അച്ചു വൈൻ ഇളക്കാനായിട്ട്. പക്ഷെ ഇത് എങ്ങനെയാ ഇതിപ്പിന്റെ പരിവ് എന്തായെന്നുള്ളതാണ് ഇപ്പൊ മെയിനായിട്ട് നമുക്ക് അറിയേണ്ട കാര്യം. കണ്ടതേ, നീ കാണാൻ പറ്റുന്നുണ്ടോന്ന് എനിക്കറിയില്ല. വേണ്ട ഒരുപാട് കാണിക്കണ്ട. യെസ്, ഏത് പരുവത്തിലാണ്. അല്ല, എന്തായാലും എടുത്തതല്ലേ,
അല്ലല്ല ഇങ്ങോട്ട് വെച്ചിട്ട് ഇളക്ക്. അയ്യോ അങ്ങനെ ഇളക്കാൻ പാടാടോ. അല്ല ഇങ്ങോട്ട് മടി വെച്ചു ഇങ്ങോട്ട് എടുക്ക്. മടി വെച്ചിളക്കാനോ ഇളക്ക്. താഴെ പിടിച്ചോണേ. ഇളക്കിയോ ഇളക്ക്. ഓ കൈക്ക് വേന ഇളക്കണോ? ഇളക്കോ പിടിച്ചോ. നന്നായിട്ടിങ്ങനെ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇതുവരെ ആയിട്ടില്ല. നമ്മൾ ഇനി എത്ര സമയം എടുക്കും? കണ്ടോ നല്ല റെഡ് കളറിലാണ്. ആക്ച്വലി ഇപ്പൊ ഇത് വെള്ളം കൂടിപ്പോയോ? ശരി, വെള്ളം കുറഞ്ഞു പോയോ? ഉറപ്പാണോ? ഒരു കിലോക്ക് 2.5 ബിയർ ഊട്ടി. പക്ഷെ എന്നാലും ഇത് എനിക്ക് അറിയില്ല. ഇത് മുന്തിരി കൂടി പോലെ കുറച്ച് വെള്ളം കൂട്ടി വെച്ചേരാ. വെള്ളം കൂട്ടി ഒഴിക്കുന്നതിന്റെ അല്ല, കുറുക്കൂല ലാസ്റ്റ് വൈൻ. പിന്നെ കുറുക്ക് പോലെ ഇത് കണ്ടോ? കുറുക്ക മധുരം കൂടുതലാണ് മാൻ. മധുരം കൂടുതലാണെന്ന് എനിക്കറിയത്തില്ല. ഒരു പവർ വന്നിട്ടില്ല ഇപ്പോഴും. ആക്ച്വലി കുറച്ചുകൂടെ പവർ ആവണം കേട്ടോ. നിങ്ങൾ വീണാലും ഞാൻ സമ്മതിക്കും, പക്ഷെ ഭരണി താഴെ പോയാൽ ഞാൻ സമ്മതിക്കത്തില്ല. താഴെ പോകാനാണ് ഭരണിയുടെ വിധിയെങ്കിൽ മോനെ താഴെ ഒപ്പി എടുക്കും കേട്ടോ. താഴെ പോകും. വീണ്ടും നമ്മളിങ്ങനെ കെട്ടിവെക്കും. അടുത്തത് അത് ആക്ച്വലി ഇതിൽ കൂടി പോയിട്ട് ഞങ്ങൾ രണ്ടാമത് പോയി വാങ്ങിച്ച ഭരണിയാ. ഇതില് വീതി ഇനി അറിയേണ്ടത് ഇത് വീതി എങ്ങനെയുണ്ടെന്നുള്ളതാണ്. അയ്യോ അത് അവിടെ വെക്കല്ലേ, ഉറുമ്പ് വരും. ഇളക്കിയോ? ഇതിന്റെ നന്നായിട്ട് ഇളക്കണം. വീര്യം വളരെ കുറവാണ്. നമുക്ക് കുറച്ച് സാധനം വാങ്ങി ചോദിച്ചാലേ. ചുമ്മാ കേട്ടോ, നമ്മള് ഇതിനകത്ത് ലഹരി ഒന്നും അങ്ങനെ ചേർക്കില്ല. നോർമലായിട്ടുള്ള വൈനാണ്. അങ്ങനെ ലഹരി ചേർത്തുള്ള പരിപാടിയൊന്നും നമുക്കിവിടെ ഇല്ല. അപ്പോൾ വൈനൊക്കെ ഇളക്കിയിട്ടുണ്ട്. ഇനി ഇവര് ബാക്കി ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്ന സമയത്ത് ഞാൻ പോയി താഴെ ഷിപ്പ് ചെയ്ത് അങ്ങനെ സാമ്പാറിനുള്ള താളിപ്പായി. പച്ചമുളക് റെഡി? പച്ചമുളക് ഇല്ല. പച്ചമുളക് ഇല്ലാത്ത സാമ്പാർ. അതെ, സാമ്പാർ സാമ്പാറായി. ഒത്തിരി കുറുകലില്ല. ഇല്ല, ഒത്തിരി ഇല്ല. ഇത് ഇത്ര മതി. ആദ്യമായിട്ടാണ് സാമ്പാർ വെക്കുന്നത്. ആദ്യമേ ഞാൻ പറഞ്ഞു ചേച്ചിയോട്, ഞാൻ പറഞ്ഞു ചേച്ചി കൊള്ളാം. ഇപ്പൊ ചേച്ചി എന്നെ ബൂസ്റ്റ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് ചേച്ചി പറഞ്ഞു ആരാണെന്ന് തിന്നോളൂ എന്ന് പറഞ്ഞു. തിന്നിട്ട് പോയാ മതി. ഇനിയിപ്പോ കളയാൻ പറ്റില്ല. ചീരക്ക് കയ്പുള്ളത് കൊണ്ട് മുട്ട പൊട്ടിച്ചു കുറച്ച് ഉപ്പ് ഇട്ടു. ചീര കൊള്ളാം. പക്ഷെ ടേസ്റ്റ് ചെയ്തപ്പോ ഒരു ഇതുണ്ട്. അത് കയ്പുള്ള ചീരയായിരുന്നു. പച്ചച്ചീര. പച്ചച്ചീരക്ക് എപ്പോഴും കയ്പുണ്ടോ? മറ്റേ സൈസ് ചീരയാ. പച്ചച്ചീരന് വേറൊരു ടൈപ്പ് ഉണ്ടല്ലോ, നാടൻ. നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ പറമ്പിലൊക്കെ പിടിക്കുന്നത്, ചതുപ്പിലൊക്കെ പിടിക്കത്തില്ലേ? അതൊക്കെ കഴിക്കാൻ കൊള്ളുന്നതാണ്. കഴിക്കോളം ചീര, നല്ല ചീര. അപ്പൊ ചീരത്തോരനും സാമ്പാറുമായി. ഇനി അമ്മ പപ്പടം കൊണ്ടുവരും. പപ്പടവും കൂടെ വറുത്ത് നമുക്ക് ചോറുണ്ണാം. അങ്ങനെ രാത്രി സമയത്ത് ഞങ്ങൾ ഫുഡ് കഴിക്കാനെന്ന് പുറത്തേക്ക് ഇറങ്ങി. നമ്മുടെ ജിത്തും ജിനു എന്ന് പറയും. നമ്മുടെ കല്യാണ സമയത്തൊക്കെ ഒരു വ്ളോഗിനകത്ത് ഉണ്ടായിരുന്നു. 2 ഇരട്ട പിള്ളേരാണ്. അമ്മ ഇതിനുമുമ്പ് എൻ്റെ വേറെ വ്ളോഗിനകത്തൊക്കെ ഇടക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ബാംഗ്ലൂരാണ്. അതെ, അവർ ബാംഗ്ലൂരാണ്. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് സിനിമയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഇടയ്ക്ക് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മളെ വിളിക്കാറുണ്ട്. അപ്പോൾ ഞങ്ങളൊന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റ് വന്നിരിക്കുകയാണ്. നമുക്ക് എന്തായാലും അമ്പരത്ത് കാണാം അല്ലേ. ചോദിക്കാൻ പറ്റും, അങ്ങനെ നമ്മുടെ ജിത്തുവിനെയും ജിനുവിനെയും നമുക്ക് ഇവിടുന്ന് കിട്ടിയിരിക്കുകയാണ്. അതിന്റെ പേര് നിർത്തി അബ്യൂത് ഉണ്ട് ഇവിടെ. ഓർഡർ ചെയ്തോ? വല്ലതും ഓർഡർ ചെയ്തോ? പോസ്റ്റ് ആയല്ലേ? നമ്മൾ ആലപ്പുഴയുള്ള കുബാവിലാണ് വന്നേക്കുന്നത്. നല്ല ക്രൗഡ് ഉണ്ട്. നമുക്ക് എന്തായാലും ഫുഡ് എന്തെങ്കിലും ഓർഡർ ചെയ്യാം. നിങ്ങൾ എത്ര മണിക്ക് വന്നില്ല? അപ്പോ 8 മണിയാകുമ്പോൾ വന്നോ? നല്ല ഹോസ്റ്റൽ. ഇന്നിവിടെ ആരൊക്കെ വന്നിട്ടുണ്ടെന്ന് അവരോട് ചോദിച്ചാൽ ബാംഗ്ലൂർ അല്ലേ? പിന്നെ വിശേഷം പറയാൻ പിന്നെന്ത് വിശേഷം? അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല, ബാംഗ്ലൂരിലെ ഞങ്ങളുടെ ആരെല്ലാം വിളിച്ചു ഓർഡർ കൊടുക്കാം. ആരെല്ലാം വരും ബ്രോ. സോ നമ്മുടെ ഫുഡ് ഐറ്റംസ് ഇവിടെ വന്നിട്ടുണ്ട്. ഈ മന്തിയുടെ പേരെന്താന്നാ പറഞ്ഞത്?
എന്റെ പേര് പേരറിയത്തില്ലല്ലോ. ആ എന്തോ ഒരു പേര് എന്തെങ്കിലും ആയിക്കോട്ടെ. എന്തോ സ്പെഷ്യൽ ആണെന്ന് പറഞ്ഞു. എന്താന്ന് പറഞ്ഞ കേട്ടില്ല. എന്താണ്? ഫസ്ലൂക്ക്. ഫസ്ലൂക്ക് മന്തി. ഫസ്ലൂഫ്. ആ ഫസ്ലൂഫ് മന്തി. ആ ഫസ്ലൂഫ് മന്തി. ഓക്കെ. ഈ മന്തി നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യൂ. എന്തായാലും നീ കഴിക്കല്ലേ? ഞാൻ ആദ്യമായിട്ട് സോ ഞങ്ങൾ അങ്ങനെ പുറത്തു പോയി ഫുഡൊക്കെ അടിച്ച് മന്തി കഴിച്ച് വയറ് നിറഞ്ഞ് അല്ലേ മത്ത് പിടിച്ചിരിക്കുകയാണ്. നമ്മുടെ ചെക്കന്മാരുണ്ടായിരുന്നപ്പോൾ അവന്മാരെ കൊണ്ട് വീട്ടിൽ കൊണ്ട് ആക്കി. പിന്നെ ഞങ്ങൾ എന്നിട്ട് നേരെ തിരിച്ചിപ്പോൾ വീട്ടിൽ വന്നു. ഇപ്പം നാളെ രാവിലെ തൃശ്ശൂർ പോകണം. നമുക്കൊരു ചെറിയ പരിപാടി ഉണ്ട്. രാവിലെ 6 മണിക്കെങ്കിലും എണീക്കണം, എന്നാലേ ശരിയാവത്തുള്ളൂ. സായി മലപ്പുറത്തുനിന്ന് അവൻ തൃശ്ശൂർ വരും, ഞാൻ ഇവിടെ ആലപ്പുഴയിൽ നിന്ന്. അവൻ നേരത്തെ എത്തും. അവൻ രാവിലെ എണീറ്റ് തരാനായിരുന്നു അവന് കുഴപ്പമില്ല. ഞങ്ങളൊരു 9-10 മണിയാകുമ്പോൾ തൃശ്ശൂർ എത്തുമെന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും നോക്കട്ടെ. സത്യം നല്ല ക്ഷീണം. ഈ ഹെവി ആയിട്ട് ഫുഡും കൂടെ കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ലൊരു അമ്മ കഴിച്ചാ. അമ്മ എന്നാ കഴിച്ചു? അമ്മ ദോശ കഴിച്ചു. അമ്മ ഇവിടുത്തെ ഉണ്ട ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇന്നത്തെ പരിപാടി എല്ലാം തീർന്നിരിക്കുകയാണ് ഗായ്സ്. അപ്പം നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.